ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഈ ബീട്രൂട്ടും ക്യാരറ്റും എടുക്കുന്നത് എന്തിനാണെന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, എണ്ണ കാച്ചാനാണ് കേട്ടോ. ഞാൻ എൻ്റെ പിള്ളേർക്ക് 2 പേർക്കും ഈ എണ്ണ കാച്ചിയാണ് ഇപ്പോൾ ദേഹത്ത് തേക്കുന്നത്. തലയിൽ ഇത് തേക്കത്തില്ല കേട്ടോ. ഉള്ളിയിട്ട് കാച്ചിയ വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത്. ഇത് സ്കിന്നിന് വേണ്ടി മാത്രമുള്ളതാണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നമുക്കറിയാം ബീട്രൂട്ടിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ ക്യാരറ്റിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈവൻ സ്കിൻ ടോണും അതുപോലെ സൺ ടാനും ഒക്കെ പോകാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ മോളാണെങ്കിലും അവളെപ്പോഴും വെയിലത്തൊക്കെ കളിക്കുന്നത്, അപ്പോൾ നല്ലപോലെ സൺ ടാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഐറ്റമാണ്. ഞാൻ അതിനായിട്ട് ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടുമാണ് എടുക്കുന്നത്. നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 പേരും നല്ല ഉറക്കം കേട്ടോ. ആ സമയം നോക്കിയാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേർ ഉറങ്ങുമ്പോഴേ എനിക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ആ ടൈമിലാണ് എൻ്റെ ഈ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഓഡിയോ ആഡ് ചെയ്യലും എല്ലാ പരിപാടിയും. ഇനി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. എണ്ണ ഒരു 1/4 കിലോ എണ്ണയെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. എണ്ണ ഓൾറെഡി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്ന, അതുകൊണ്ട് ഞാൻ കുറച്ച് എമൗണ്ടിലേ ചെയ്തിരുന്നുള്ളൂ. എടുത്തു വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പകുതി വിധേ ഞാനിപ്പോൾ എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം എണ്ണ നമ്മൾ കുറവല്ലേ എടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴാണ് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ഇടുന്നത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്, എങ്കിലേ അതിൻ്റെ നീരെല്ലാം ഇറങ്ങി എണ്ണയിലോട്ട് പിടിക്കത്തുള്ളൂ. നല്ലപോലെ മൂത്ത് വരുന്നത് വരെയും ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, അത് ഇട്ടപ്പോൾ തന്നെ ഒരു മഞ്ഞ കളറ് എണ്ണയ്ക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ സത്ത് ഇറങ്ങും തോറും കളറ് മാറിക്കൊണ്ടേയിരിക്കും. നല്ല ഡാർക്ക് മഞ്ഞ കളറാകും എണ്ണയ്ക്ക് അവസാനം ആകുമ്പോഴേക്കും. ഇപ്പോൾ കൊണ്ട് എണ്ണ നല്ലപോലെ പൊട്ടിക്കൊണ്ടിരിക്കുവാണേ. അത് റെഡിയായി കഴിയുമ്പോഴേക്കും ഈ പതയൊന്നും ഉണ്ടാകത്തില്ല. വെള്ളമയം ഉണ്ടോയെന്ന് നോക്കാനായിട്ട് ഒരു തിരി തീർത്തിട്ട് നമുക്ക് തീ കത്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. തീയിൽ പൊട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളമയം ഉണ്ടാകും. പൊട്ടുന്നില്ല, നല്ലപോലെ തീ കത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം വെള്ളമയമൊന്നും ഒട്ടുമില്ല എന്ന്. ഇനി ഞാനത് അരിച്ചെടുക്കുവാണേ. നല്ലപോലെ അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. ഈ കരിഞ്ഞ് വരുന്ന വേസ്റ്റില്ലേ, അതിന് നല്ല മധുരം കേട്ടോ. ഇത് അരിച്ചതിന് ശേഷം ഞാനൊരു സ്പൂണ് വെച്ചുകൂടെ നല്ലപോലെ നെക്കി അമർത്തി കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള എണ്ണയും കൂടെ വരാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേഗം പരിപാടി കഴിയും. ഇതെല്ലാം നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എണ്ണ കാച്ചാനൊന്നും ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.